തനിയേ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളവും മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം 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 അമ്മയോട് യാത്ര പറഞ്ഞ് ഉദയന്നൂരേക്ക് പോകുന്ന നന്ദന. തങ്കപ്പനാശാരി സുമിത്രയുടെ വീട്ടിലെത്തുന്നു. പതിവ് പല്ലവി ആവർത്തിച്ച് പണം ചോദിക്കുന്ന തങ്കപ്പനാശാരിയോട് സുമിത്ര ദേഷ്യപ്പെടുന്നു. കുന്നത്തൂർ കോവിലകത്ത് നന്ദന വസുന്ധരയുടെ വിശ്വസ്തയായതിൽ അസൂയപ്പെടുന്ന പ്രതിഭ. ഭാഗീരഥി അമ്മയുടെ സ്വത്ത് എങ്ങനെ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്ന രഘുനാഥനും പ്രതിഭയും ജഗന്നാഥവർമ്മയും. ഇനി തുടർന്ന് കാണുക. ശരീരത്തിന് ചലനമില്ലെങ്കിലും അമ്മയുടെ മനസ്സ് ചലിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അമ്മ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി, സ്നേഹം കാണിച്ചവർക്കല്ല യഥാർത്ഥ സ്നേഹം എന്ന്. അങ്ങനെ അമ്മ ഓഹരി വെപ്പിന്റെ കാര്യം ഒന്ന് മാറ്റി ചിന്തിച്ചു. ഈ കിടപ്പിലോ? എന്ത് നോൺസെൻസാ പ്രതിഭയായി പറയുന്നേ? നോൺസെൻസ് ആണ്. അമ്മ കിടപ്പിലുമാണ്. പക്ഷേ പിരിമുറുക്കം അങ്ങ് കൂടിയിട്ട് അമ്മ ഒരവസരത്തില് ഞെരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്തു. വല്ലാത്തൊരു പരവേശം. ഞാനും രഘുവേട്ടനും ആകെ പേടിച്ചുപോയി. ആ സമയത്ത് ആംഗ്യം കൊണ്ടും ചില വാക്കുകൾ കൊണ്ടും ഒക്കെ അമ്മ ഞങ്ങളോട് ചിലതൊക്കെ പറഞ്ഞു. എന്തു പറഞ്ഞെന്ന്? അതിൽ പ്രകാരം മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരികയും ചെയ്തു. അല്ല, ഒപ്പല്ല, വിരലടയാളം. അമ്മയ്ക്ക് വയ്യല്ലോ. സത്യം. എന്നിട്ടാ മുദ്രപത്രം എവിടെ? കാണിച്ചു കൊടുക്ക് രഘുവേട്ടാ. അല്ല, ഇതിലെവിടെ വിരലടയാളം? ഇല്ല, നമ്മൾ ഉണ്ടാക്കണം. വല്യേട്ടാ, ഞാനിപ്പോ പറഞ്ഞത് അത്രയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാ. എന്നാൽ സംഭവിച്ചതായി മറ്റുള്ളവരറിയണം. നമ്മൾ ഒരുമിച്ച് നിന്ന് അങ്ങനെ എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും വേണം. ആ, എന്നിട്ട് അമ്മയുടെ വിരലടയാളം പതിപ്പിച്ച് ഈ മുദ്രപത്രത്തിൽ സ്വത്ത് ഭാഗിക്കുന്നതിന്റെ വിവരങ്ങളൊക്കെ എഴുതി ചേർക്കണം. എനിക്കും വലിയേട്ടനും മേജർ പോർഷൻസ്. സംശയം തോന്നാതിരിക്കാനായി വിദ്യേച്ചിക്കും സംതിങ്. ഇത് വേണമെങ്കിൽ എനിക്കും രഘുവേട്ടനും മാത്രമായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ വല്യേട്ടനെ കൂട്ടണമെന്ന് തോന്നി. മനസാക്ഷിന്നൊന്നുണ്ടല്ലോ. അത് വീട് സേഫ്റ്റിക്ക് വേണ്ടിയാ നിങ്ങൾ എന്നെ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനിതില് അമ്മയുടെ ഫിംഗർ പ്രിന്റ് വേണ്ടേ? അതിനാണ് ഇന്ന് തന്നെ വല്യേട്ടനോട് വരാൻ പറഞ്ഞത്. ഇന്നാവുമ്പോ ഭാസ്കരേട്ട സ്ഥലത്തില്ല, ജോലിക്കാരെ അവധിയാ. എന്നാ നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോയാലോ? എന്തിനാ സമയം കളയുന്നേ? ഇങ്ക് പാഡ് എവിടെ രഘുവേട്ടാ? ഒക്കെ റെഡിയാണ്. നീ വാ വാ. വരുവേട്ടാ. അമ്മേ, വല്യേട്ടൻ വന്നിട്ടുണ്ട്.
ഇരിക്കേട്ടാ, കട്ടിലോട്ടിരിക്കേ. മൂത്ത മകനെ അടുത്ത് കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം കാണും. എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമല്ലേട്ടാ? അമ്മയെ ശബ്ദം ഒന്ന് കേക്കട്ടെ. അമ്മേ, ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. ആഹാരവും മെഡിസിനും ഒക്കെ അമ്മ കൃത്യമായി കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നീ ചെയ്യും, രഘുവേട്ടൻ ചെയ്താ മതി. നീ ചെയ്താലേ ശരിയാവൂ. ചെയ്. വിശക്കുന്നുണ്ടോ അമ്മേ? ഓട്സ് ഇപ്പൊ തരാട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഉദയനൂർ കോവിലകത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുവാണേ അമ്മേ. ഈശ്വരാ, അമ്മേ കാത്തോളണേ. ഈ കയ്യിൽ നിന്ന് എടുക്കുവാണേ. നാശം, ആരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റിക്കേ, ഞാൻ നോക്കാം ആരാന്ന്. നോക്ക്. ആരാ പ്രതിഭേ? നിങ്ങളായിരുന്നു. ഇത് ആരൊക്കെ എന്റെ ഈശ്വര, ഒന്ന് വിളിച്ചു പോലും പറയാതെ സർപ്രൈസ് വിസിറ്റ് ആയി പോയല്ലോ വിദ്യേച്ചി. ഞങ്ങള് വിരുന്നുകാരാണോ? വിളിച്ചറിയിച്ചിട്ട് വരാൻ. അല്ല, ഡ്രൈവർ എന്താ നിങ്ങളെ വിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോയത്? ഡ്രൈവർ അല്ല, ഉദയനാ ഞങ്ങളെ കൊണ്ട് വന്നത്. ഇവിടെ വരെ വന്നിട്ട് വീട്ടിലൊന്ന് കേറാതെ പോവുകയെ എന്ത് പറ്റി നന്ദനെ? അത്യാവശ്യമായിട്ട് പോണായിരുന്നു അമ്മായി. എവിടെയാ നാടകമുണ്ട്, എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇവിടെ ഉണ്ടായിരുന്നോ ഏട്ടൻ? അമ്മ വാ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോ. വാ. എന്ത് രഘുവേട്ടത്? പൊട്ടിമുളിച്ചതുപോലെയാണല്ലോ രണ്ടും പ്രത്യക്ഷപ്പെട്ടത്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. ബാഗൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള വരവാണെന്ന് തോന്നുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഉദ്ദേശിച്ച കാര്യമായിട്ട് നടക്കുകയില്ല. വലിയേട്ടൻ നിക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അതെ, അവരിങ്ങോട്ട് വന്ന ഉടനെ ഇറങ്ങിയാലേ തെറ്റിദ്ധരിക്കും. തന്നെയല്ല, അമ്മയുടെയും മോളുടെയും പരിപാടി എന്താണെന്നൊന്ന് അറിയാലോ. മുത്തശ്ശി, ഞാൻ വന്നു. അമ്മയും ഉണ്ട്. അമ്മേ, എത്ര ദിവസമായി മുത്തശ്ശി ഒന്ന് കണ്ടിട്ട്? മുറിക്കൊക്കെ ആകെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഹോം നേഴ്സ് ഉണ്ടെന്ന് ഇടയ്ക്ക് പ്രതിഭ പറഞ്ഞിരുന്നു.
ഹോം നേഴ്സ് വരുന്നതിന് മുമ്പ് അമ്മയുടെ മുറി വൃത്തികേടായി കിടന്നിട്ടുണ്ടോ വിദ്യേച്ചി? ആ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റാ. രഘുവേട്ടനും ഭയങ്കര ശ്രദ്ധയാ. അതിന് രഘു ഈ മുറിയിലേക്ക് എങ്ങനെ വരാറുണ്ടോ? അതെന്താ വിദ്യയെടുത്തി അങ്ങനെ ചോദിച്ചത്? അമ്മയോട് സ്നേഹമില്ലാത്ത ആളൊന്നും അല്ല എന്റെ ഭർത്താവ്. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാറില്ലെന്നേ ഉള്ളൂ. അതെന്താ വിദ്യയെടുത്തി അങ്ങനെ ചോദിച്ചത്? അമ്മയോട് സ്നേഹമില്ലാത്ത ആളൊന്നും അല്ല എന്റെ ഭർത്താവ്. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ കാണിക്കാറില്ലെന്നേ ഉള്ളൂ. അമ്മയെ നോക്കാൻ ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇന്നലെ വീട്ടിൽ പോയി. നാളെ വരും. 10,000 രൂപ ശമ്പളം കൊടുക്കണം. മാസത്തിൽ 1 ദിവസം ലീവ്. പിന്നെ ഇടയ്ക്ക് ഓരോ ആവശ്യം പറഞ്ഞ് വീട്ടിൽ പോയിട്ട് വരും. 8,000 രൂപ ശമ്പളത്തിന് വരാമെന്നൊരു സ്ത്രീ സമ്മതിച്ചതാ. പക്ഷേ വൃത്തി പോരാ. അപ്പൊ രഘുവേട്ടൻ പറഞ്ഞു 10-12 ഒക്കെ ആയാലും വേണ്ടില്ല, ഹോം നേഴ്സ് നീറ്റ് ആയിരിക്കണം എന്ന്. പൈസ നമ്മളാണല്ലോ കൊടുക്കുന്നത്. രഘു മാത്രമായിട്ട് ഹോം നേഴ്സിന് ശമ്പളം കൊടുക്കണ്ട. 4 മാസം ഞാൻ കൊടുക്കാം. 4 മാസം ജഗേട്ടനും. ബാക്കി നിങ്ങളും കൊടുക്ക്. അതിന് ഒരു ഷെയർ ഇടല് ഞങ്ങൾ കൊടുത്തോളാം. പിന്നെ വിദ്യേട്ടത്തിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തടസ്സം പറയുന്നില്ല. മുത്തശ്ശിക്ക് ഇപ്പൊ ആഹാരം കഴിക്കാൻ മടിയുണ്ടോ അമ്മായി? ഏയ്, നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. ഒരു മടിയില്ല. ഹോം നേഴ്സ് കുട്ടി സ്നേഹമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ വെറുതെ വന്നതാണോ അതോ? നന്ദനി ഉദയനും വീട്ടിൽ വന്നു. അവിടുന്ന് ഞാനും അവരുടെ കൂടെ അങ്ങ് ചേർന്നു. ഒരുമിച്ച് വന്ന് അമ്മയെ കാണണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഉദയം പോയി. എന്നാലും ഉദയൻ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ നിൽക്കാതെ പോയത് ശരിയായില്ല. അത്രയ്ക്ക് ബിസി ആയതുകൊണ്ടാ. ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോന്ന് ഇങ്ങോട്ട് പറഞ്ഞതാ. വേണ്ടെന്ന് ഞാനാ പറഞ്ഞു. നമ്മളായിട്ട് എന്തിനാ തിരക്കുള്ള ആളിനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്നാ ഞാൻ ബസ്സിന് വരാന്ന് പറഞ്ഞപ്പോ വിട്ടില്ല. കാറിന് കൊണ്ടുവിടണമെന്ന് ഒരേ വാശി അല്ലേ അമ്മേ? അതെ അതെ. ആ, അല്ല, നന്ദനയും ഉദയനും ഒരുമിച്ച് യാത്രകളൊക്കെ ഉണ്ടോ? ഉണ്ടോന്നോ? മൂകാംബിക ട്രിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി വേളാങ്കണ്ണിക്കാ ടൂറ്. ജഗന്നാഥേട്ടൻ വെറുതെ വന്നേ ഉള്ളൂ പ്രതിഭേ. ആ, വല്ലപ്പോഴും വന്ന് അമ്മയെ കണ്ടിട്ട് പോവും. ആൺമക്കള് രണ്ടുപേർക്കും അമ്മയെന്നൊരു വിചാരം ഇപ്പോഴെങ്കിലും ഉണ്ടല്ലോ. ഭാഗ്യം. ഇപ്പോഴല്ല, നേരത്തെ ഉണ്ട്. വിദ്യാർത്ഥി മനസ്സിലാക്കാഞ്ഞിട്ടാ. മുത്തശ്ശിയുടെ കൈക്കൊന്നും ഒരു ബലമില്ലല്ലോ. അമ്മ ഇനി പഞ്ചഗുസ്തി മത്സരത്തിനൊന്നും പോകുന്നില്ലല്ലോ നന്ദനെ. ഉള്ള ബലമൊക്കെ മതി. വരുന്നവർക്കേ ഇവിടെ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് പോയാ മതി. സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നോക്കുന്നതേ ചെറിയ കാര്യമൊന്നുമല്ല, അതും ഈ പ്രായത്തില്. ഇതെന്താ? എന്താ മോളെ? മഷിയാണല്ലോ. മഷിയോ? ഇതിപ്പോ എവിടുന്ന് വന്നു? മഷിയൊന്നും ആയിരിക്കില്ല. ഇത് മഷി തന്നെയാ. ആ ഹോം നഴ്സിംഗ് വരട്ടെ, ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മയുടെ ഒരു മരുന്ന് തീരാറായോന്നൊരു സംശയം. ഞാൻ രഘുവേട്ടനോട് പറഞ്ഞിട്ട് വരാം.
എന്താ പ്രതിഭേ, ഉദയൻ അവളിവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാണോ? എവിടെ, അവരാഘോഷമായി ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങിയെന്നാ തോന്നണേ. പിന്നെ വിദ്യ പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്? വന്ന് കേറിയ പാടെ ചോദിക്കാൻ പറ്റുമോ? വരട്ടെ, ചോദിച്ചു മനസ്സിലാക്കാൻ ഞാൻ. ഒന്ന് ക്ഷമിക്ക്. സമാധാനമായിട്ട് ഇരുന്നത് അവിടെ, അതിനിടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കണോ? ഇങ്ങോട്ട് വന്നില്ല, അതിനു മുമ്പേ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള് നന്ദന കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതെന്ത് കാര്യ? അമ്മയുടെ കയ്യിൽ പുരണ്ട മഷി വിരലടയാളം പതിപ്പിക്കാൻ തുടങ്ങിയില്ലേ, അന്നേരത്തെ മഷി തന്നെ. സത്യമാണോ നീ പറയുന്നത്? ആനേ, നന്ദനെ അത് കണ്ടു, പരിശോധിക്കുകയും ചെയ്തു, എന്താന്ന് ചോദിക്കുകയും ചെയ്തു. പ്രതിഭ എന്തു പറഞ്ഞു? ഞാൻ ആദ്യം ഉരുണ്ട് കളിച്ചു. മഷീന്ന് പറഞ്ഞ എന്താന്ന് പോലും അറിയാത്ത ഭാവത്തിൽ നിന്നു. പക്ഷേ നന്ദനയുടെ മുഖത്ത് എന്തോ സംശയമുണ്ട്. ഓരോരോ പാരകൾ വന്ന് കേറുന്നതേ. ഒരു മിനിറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടന്നു കിട്ടിയനെ. ഇനി ആ പ്ലാൻ തൽക്കാലം വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. അനന്തരവൾക്ക് കാഞ്ഞ ബുദ്ധിയാന്നറിയില്ലേ. പോലീസ് നായേക്കാളും ഘ്രാണശക്തിയാ, എന്തും മണത്തറിയും. അവളെ കൊണ്ട് വലിയ ന്യൂസൻസ് ആയല്ലോ. പാണ്ടിമണിയൻ ഇരുന്നാലും നാശം, ചത്താലും നാശം എന്നല്ലേ. വല്ലാത്തൊരു ജന്മം തന്നെ. ഇപ്പൊ എന്ത് ബോധോദയം ഉണ്ടാട്ടാ വിദ്യച്ച് അവളെയും കുട്ടിയും കൊണ്ട് എഴുന്നള്ളിയത്? ഓ, വിദ്യയെടുത്തി നന്ദനയും കൊണ്ടല്ല, നന്ദനെ ഏട്ടത്തിയും കൊണ്ടാ വന്നിരിക്കുന്നെ. എന്താ പ്രതിഭ പറയുന്നത്? അത് വിദ്യയെടുത്തി വന്നിട്ട് എന്താ ആങ്ങളമാരോട് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാത്തേന്ന് ചോദിക്കുമായിരുന്നു. വല്യേട്ടന് ഫീൽ ചെയ്തു എന്ന് തോന്നുന്നു. ഇങ്ങനൊരു പെങ്ങൾ എവിടെയോ ഉണ്ടെന്നുള്ളൊരു വിചാരം ആങ്ങളമാർക്കുണ്ടോ? ഒന്ന് വിളിച്ച് അന്വേഷിക്കാറ് പോലും ഇല്ല രണ്ടുപേരും. പിന്നല്ലേ ഫീൽ ചെയ്യുന്നത്? പിന്നെ നിന്റെ കണ്ടിന്യൂസ് ഫോൺ കോൾ കൊണ്ട് വലഞ്ഞിരിക്കല്ലേ ആങ്ങളമാര്. എല്ലാവർക്കും അവരവരുടെ കാര്യം. ചേച്ചി ഒരു ഫോർമാലിറ്റി പറഞ്ഞതല്ലേ വല്യേട്ടാ. ഒരു വിശേഷം കേൾക്കണോ? ചെറിയ മാവൻ കഴിഞ്ഞ ദിവസേ നന്ദനെ സ്വപ്നം കണ്ടു. അതേന്നേ, രഘുവേട്ടൻ പുലർച്ചയ്ക്ക് എപ്പോഴോ എന്നെ ഒന്ന് വിളിച്ചുണർത്തി. എന്താ രഘുവേട്ടാന്ന് ചോദിച്ചപ്പോ ദേ നന്ദന വന്നൂന്ന്. ഞാനങ്ങ് വല്ലാതായി. പിന്നെയാ ഞാൻ അറിഞ്ഞത് സ്വപ്നം കണ്ടതാന്ന്. പക്ഷേ സ്വപ്നത്തിൽ നന്ദന മിറ്റത്ത് വന്നൂന്നല്ലാതെ വീടിനകത്തേക്ക് കേറിയില്ല, പിണങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു വന്നതേ, ഇവിടെ ആർക്കും നന്ദനയോട് സ്നേഹമില്ലാന്നൊരു തെറ്റിദ്ധാരണ വിദ്യയെടുത്തേക്കുണ്ട്. അത് തെറ്റാന്ന് ഓർമ്മിപ്പിക്കാനാ. നേരിട്ട് കണ്ട സ്ഥിതിക്ക് വിദ്യയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ഏട്ടാ? അമ്മ ഈ കിടപ്പ് എത്ര നാൾ കിടക്കുമെന്നറിയില്ല. ആരോഗ്യം വീണ്ടെടുക്കുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഉദയന്നൂര് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, അനുഭവയോഗം വേണ്ടേ? വിദ്യേച്ചിക്ക് അക്കാര്യത്തിൽ ടെൻഷൻ ഇല്ല വല്യേട്ടാ. സേതുവിന്റെ അമ്മയുടെയും ഇഷ്ടദാനമായി നല്ലൊരു പങ്ക് മോളുടെ പേരിൽ പറഞ്ഞു വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് ചേച്ചി ഹാപ്പിയാണ്. സേതുവിന്റെ വെറുമൊരു പങ്കല്ല, മുഴുവൻ അസറ്റും വില്ലെഴുതി വെച്ചിരിക്കല്ലേ. ഇതൊന്നും ഞാനറിഞ്ഞ കാര്യമല്ല. സേതുവിനോട് അമ്മയോടോ നന്ദന ചോദിച്ചു വാങ്ങിയതുമല്ല. പിന്നെന്തിനാ ഒരുമാതിരി കുത്തി നോവിക്കുന്ന പോലെ സംസാരിക്കുന്നത്? കുത്തി നോവിക്കുന്ന പോലെയോ? ആര്? പിന്നെ ഞാൻ ആദ്യമായി കാണുകയില്ലേ എന്റെ കൂടപ്പറപ്പുകളെ. എന്റെ മോൾക്ക് അത്രയും മുതൽ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കിട്ടിയത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അതാണ് സത്യം. ഇതാണ് വിദ്യയോടൊന്നും സംസാരിക്കാൻ വരാത്തത്. ഒരു കാര്യം അറിയാൻ നിന്നെ വിളിക്കാത്തതും. ശരിയാ, ഏതോ ശത്രുക്കളോടെന്ന പോലെയാ വിദ്യേച്ചി നമ്മളോട് സംസാരിക്കുന്നത്. ഒക്കെ നിങ്ങളുടെ തോന്നലുകളാ. എന്റെ മോളോട് നീയും ജഗന്നാഥേട്ടനും കാണിച്ചിട്ടുള്ളത് വെച്ച് നോക്കിയാ ഇങ്ങനൊന്നും അല്ല ഞാൻ പെരുമാറേണ്ടത്. അങ്ങനെ ഞങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പിൽ നിന്ന് മറ്റാരുമില്ല, ചേച്ചിയുടെ ഭർത്താവാണ്. വിശദീകരിക്കണോ ഞാൻ? നിങ്ങൾ ഈ കഴിഞ്ഞ കാര്യങ്ങൾ അയവിറക്കുന്നത് എന്തിനാ? സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഇങ്ങനെയാണോ? ഒന്നെങ്കിൽ കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കണം. ഇതൊരുമാതിരി ചീപ്പ് ഇടപാട്. സഹോദര സ്നേഹം കാണണമെങ്കിൽ എന്റെ കോവിലകത്തേക്ക് വരണം. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പ്രതിഭയുടെ വീട്ടിലേക്ക് പോകാം കാണാനായിട്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാമിലി മാറ്റർ പറയാനുണ്ട്. അമ്മ കിടപ്പിലാവുന്നതിന് മുമ്പ് കോവിലകത്തെ പാർട്ടീഷൻ സംബന്ധിച്ച് ചില മീറ്റിങ്ങുകൾ നടന്നു. എന്നാൽ ഉദയന്നൂരിലെ മൊത്തം പ്രോപ്പർട്ടീസിനെ കുറിച്ച് ആർക്കും വ്യക്തമായ ഒരു ധാരണയില്ല. എന്തു പറയുന്നു രഘു? സത്യമാണ് വല്യേട്ടൻ പറയുന്നത്.
അതുകൊണ്ട് എന്ത് വേണമെന്നാ? ഞാൻ പറയാം വിദ്യാർത്ഥി. വല്യേട്ടൻ ഇത് നേരത്തെ സൂചിപ്പിച്ചതാ. മറ്റൊന്നുമല്ല, കോലോത്ത് എന്തൊക്കെയുണ്ട്, എത്രയുണ്ട് എന്നൊക്കെ ഒന്ന് തിട്ടപ്പെടുത്തണം. സർവേറെ വിളിച്ച് എല്ലാം ഒന്ന് അളപ്പിക്കണം എന്നാണ് വല്യേട്ടന്റെ അഭിപ്രായം. ഇത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു വിദ്യാർത്ഥിയോട് ആലോചിക്കണം എന്ന്. നിങ്ങൾ മൂന്നുപേരും ആണല്ലോ മക്കളായിട്ട് ഇനിയുള്ളത്. അതിൽ ഒരാളറിയാതെ ഇനി ഒന്നും നടക്കാൻ പാടില്ല, അതും കുടുംബസ്വത്തിന്റെ കാര്യത്തില്. എന്താ, ശരിയല്ലേ? ഇപ്പൊ എന്തിനാണിങ്ങനെ ഒരു സർവേ? കുടുംബത്തെ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ കൃത്യമായ രേഖകളുണ്ട്. അമ്മയൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. എന്നാലും എല്ലാം ഒന്ന് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നാ വല്യേട്ടന്റെ ചോദ്യം. ഇത് സംശയമാണ്. ജഗന്നാഥേട്ടനും രഘുവേട്ടനുമുള്ള കുടുംബസ്വത്ത് എന്താണെന്ന് അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് സേതുവിന്റെ അമ്മയുടെയും പേരിലുള്ള സ്വത്താ. അത് നന്ദനയ്ക്കുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെന്തിനാ പുതിയൊരു സർവേ? അതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. വിദ്യയുടെ ആറ്റിറ്റ്യൂഡിലും എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നു. ഞാനൊന്ന് പറയട്ടെ, നന്ദനയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സ്വത്തിന്റെ പേരിലാണല്ലോ ഇപ്പൊ ഈ തർക്കം. നന്ദനയുടെ അഭിപ്രായമല്ലേ പ്രധാനം. എന്തു വേണമെന്ന് നന്ദന തന്നെ ഇനി പറയട്ടെ. അളവെങ്കിൽ അളവ് അല്ലേ നന്ദനെ? അമ്മ വീട്ടിൽ നിന്ന് എനിക്ക് ഏറെയും കിട്ടിയിട്ടുള്ളത് അപമാനവും അവഗണനയും പിന്നെ കുറെ സങ്കടങ്ങളുമാണ്. അക്കാര്യത്തിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനും ഉണ്ടായിട്ടുണ്ട്. സ്വത്തിനെ കുറിച്ചാണെങ്കിൽ അതാലോചിച്ച് എനിക്ക് ഒരിക്കലും ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ വഴിയുള്ള സ്വത്തല്ലേ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അമ്മ എന്തു പറയുന്നു അതാണ് എന്റെ അഭിപ്രായം. ഇതിപ്പോഴത്തെ കാര്യ. പിന്നെ ഈ നിലപാടിന് മാറ്റം ഉണ്ടാവുമെന്നറിയില്ല. അമ്മയും ഉറങ്ങിയോ മോളെ? ഇപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. മുത്തശ്ശിക്ക് എന്തോ വിഷമമുള്ളതുപോലെ. നമ്മളോട് പറയാൻ എന്തൊക്കെയോ ഉണ്ട്. ഈ തറവാട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാ. ചിലപ്പോ തോന്നും ഇങ്ങനെ കിടന്ന് വിഷമിപ്പിക്കാതെ അമ്മയെ ഈശ്വരൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ വിചാരിച്ചല്ലോ എന്നോർത്ത് പിന്നെ വിഷമിക്കും. മോള് കിടക്ക്. ഇങ്ങോട്ട് നീങ്ങിക്കിടക്കും മോളെ. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും നിനക്ക് ഉദയനെ അങ്ങോട്ട് വിളിക്കായിരുന്നു. അതൊന്നും ഇഷ്ടപ്പെടില്ലമ്മേ. വെറുതെ ദേഷ്യപ്പെടും. എന്റെ വിധിയായി പോയല്ലോ മോളെ നിനക്കും. മംഗല്യഭാഗ്യമേ ഉള്ളൂ. വലിയ സന്തോഷമൊന്നും വേണ്ട, പക്ഷേ ജീവിതത്തിൽ സമാധാനം വേണ്ടേ? ഒരാശ്വാസമുണ്ട്. പ്രതാപേട്ടനെ പോലെ കുറുക്കന്റെ ബുദ്ധിയല്ല ഉദയന്. Yeah.